പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 SSLC പരീക്ഷ എഴുതി റിസൾട്ട് വന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ 2024 ഒക്ടോബറിലായിക്കോട്ടെ, അതിന് മുമ്പത്തെ ബാച്ചിലായിക്കോട്ടെ, അത്തരം വിദ്യാർത്ഥികളുടെ റിസൾട്ടിന്റെ ശതമാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ റിസൾട്ടൊക്കെ പാസ്സായി നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തർ ചോദിക്കും അല്ലെ, നമുക്ക് മാർക്ക് സിസ്റ്റം ആണ് NISൽ വരുന്നത്, ഗ്രേഡിംഗ് സിസ്റ്റം അല്ല. അപ്പൊ നിനക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടോ, ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ, ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പിന്നീട് ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വാല്യൂ അവിടെ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ സ്പോട്ടിൽ നമുക്ക് ശതമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഓക്കെ, സാധാരണ നമുക്ക് 80% മുകളിലുള്ള വിദ്യാർത്ഥി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. 60-ന്റെയും 80-ന്റെയും ഇടയിലാണ് ഫസ്റ്റ് ക്ലാസ്സും, 55-ന്റെയും 60-ന്റെയും ഇടയിലാണ് സെക്കൻഡ് ക്ലാസ്സും ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ സാധാരണ നമുക്ക് എക്സാമിന് പാസ്സാവേണ്ടത് 5 വിഷയമായിട്ടാണ് വരുന്നത്. ഓക്കെ, 5 വിഷയമാണെങ്കിൽ നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക് 5 വിഷയമാണെങ്കിൽ ഓരോ വിഷയത്തിന് 100 ആണ്. ഓരോ വിഷയത്തിന് 100 മാർക്ക് ആകുമ്പോൾ 5 വിഷയത്തിന് 500-ലാണ് നമുക്ക് ഔട്ട് ഓഫ് മാർക്ക് വരുന്നത് കേട്ടോ. ഒരാൾക്ക് ഈ എഴുതിയിട്ട് നമുക്ക് 250 മാർക്കാണ് കിട്ടിയത്. 500-ൽ എത്ര കിട്ടിക്കുന്നത്? 500-ൽ ഒരാൾക്ക് 5 വിഷയം എഴുതുമ്പോൾ അയാൾക്ക് 500-ൽ 250 കിട്ടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് നമുക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 250 ആണ്. 250 ഡിവൈഡ് ബൈ എത്ര വിഷയമാണ്? 5 വിഷയമാണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 6 വിഷയമാണെങ്കിൽ ഇപ്പൊ 250 ഡിവൈഡ് ബൈ 5, അപ്പൊ അയാൾക്ക് കിട്ടിയത് 50%. അപ്പൊ അയാൾ സെക്കൻഡ് ക്ലാസ്സിന് താഴെ ആയിട്ടാണ് അയാൾ വരുന്നത്. ഓക്കെ, അയാൾ പാസ്സാണ്, തേർഡ് ക്ലാസ്സിലൊക്കെ പെട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ ഒരാൾക്ക് ഇപ്പോ 300 മാർക്ക് കിട്ടി, 300 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 360 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അയാൾക്ക് 6 വിഷയം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 വിഷയം ഉണ്ടെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ്. എത്ര വിഷയമാണോ നമുക്കുള്ളതെങ്കിൽ അത്രയും വിഷയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം നമുക്ക് മിനിമം 5 വിഷയം പാസ്. 5 വിഷയത്തോട് കിട്ടിയ മാർക്ക് മൊത്തം ടോട്ടൽ ചെയ്യുക. 5 വിഷയമാണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 വിഷയമാണ് 6 കൊണ്ട് ഡിവൈഡ്. 360 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 വരുമ്പോൾ ഇതിൽ അയാൾക്ക് സെക്കൻഡ് ക്ലാസ് ആയിട്ടാണ് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ റിസൾട്ടിന്റെ പ്രിന്റിന്റെ ഏറ്റവും അവസാന കോളത്തിലുള്ള മാർക്ക് മൊത്തം ടോട്ടൽ ചെയ്യുക. 5 വിഷയമാണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശതമാനം എത്രയും കിട്ടും. 6 വിഷയമാണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശതമാനം കിട്ടും. 7 വിഷയമാണെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശതമാനം കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന മാർക്കിനനുസരിച്ചിട്ട് 80%-നൊക്കെ മേലാണ് അയാൾ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റൻസ് ടോപ്പർ ആണ്. 60-ന്റെ 80-ന്റെ ഇടയിലാണ് ഫസ്റ്റ് ക്ലാസ്, 55-ന്റെ 60-ന്റെ ഇടയിലാണ് സെക്കൻഡ് ക്ലാസ് എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.